കഥം ഭീഷ്മമഹം സാഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുബി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. നമസ്കാരം, ഉപാസനയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് ഇവിടെ ഉദ്ധരിച്ചത്. അർജുനൻ്റെ വിഷാദഭാവം ഇല്ലായ്മ ചെയ്ത് അർജുനനെ യുദ്ധോത്സുകനാക്കുന്നതിനു വേണ്ടി ഭഗവാൻ പലവിധ കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അർജുനൻ ഭഗവാനോട് പറയുകയാണ്, കഥം ഭീഷ്മമഹം സാഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുബി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഹേ ഭഗവാനെ കൃഷ്ണ, ഞാൻ എങ്ങനെയാണ് പിതാമഹനായ ഭീഷ്മനെയും ഗുരുവായ ദ്രോണരെയും അസ്ത്രങ്ങൾ കൊണ്ട് എതിരിടേണ്ടത്? എനിക്ക് എങ്ങനെ അതിന് സാധിക്കും? കാര്യം, ഞാൻ യുദ്ധഭൂമിയിലാണ്. എനിക്ക് യുദ്ധത്തെ അശേഷം പേടിയില്ല. ഞാൻ എല്ലാ രീതിയിലും യുദ്ധത്തിൻ്റെ ധർമ്മത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ശസ്ത്രങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഗുരുവായ ദ്രോണാചാര്യരാണ്. പിതാമഹനായ ഭീഷ്മാചാര്യർ എല്ലാ വിധത്തിലും ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഉദ്ധരിക്കുന്നതിനു വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ എങ്ങനെയാണ് അസ്ത്രങ്ങൾ കൊണ്ട് എതിരിടേണ്ടത്? ഇതാണ് അർജുനൻ്റെ സംശയം. വീണ്ടും വീണ്ടും അർജുനൻ സംശയത്തിലേക്ക് പോവുകയാണ്. പലവിധ കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എങ്കിലും വീണ്ടും വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പെട്ട് ഉഴലാറുണ്ട്. നമുക്കൊരു കർമ്മം ചെയ്യണം, പക്ഷേ ആ കർമ്മം ചെയ്യാൻ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. ഒന്ന് നോക്കൂ, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണിത്. തികഞ്ഞ ഒരു ശത്രുവാണെങ്കിൽ ഇത്രയൊന്നും ആലോചിക്കേണ്ടതില്ല. സുഖമായിട്ട് അസ്ത്രങ്ങൾ എടുത്ത് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാം. പക്ഷേ ഇവിടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് അർജുനന് ഈ സംഘർഷവും. അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ശത്രു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മിത്രങ്ങളെന്ന് വിചാരിക്കുന്ന പലരും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബന്ധം, നമ്മുടെ ആശയങ്ങളെല്ലാം പലപ്പോഴും നമുക്ക് ശത്രുവായി ഭവിക്കാറുണ്ട്. അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് അവനവൻ്റെ ശത്രു. തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ തനിക്ക് ശത്രുവായി ഭവിക്കുന്നു. ഒരു പക്ഷേ തൻ്റെ ശരീരം പോലും ചിലപ്പോൾ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരാതെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അവിടെയാണ് നാം ആരാണെന്ന് നാം തിരിച്ചറിയാം. ഏതൊരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിനു വേണ്ടിയാണോ അസ്ത്രശസ്ത്രാദികൾ പഠിച്ചത്, ഏതൊരു ഗുരുമുഖത്തു നിന്ന് ആണോ ആ കഴിവ് അത്രയും താൻ ആർജിച്ചത്, ആ ഗുരുവാണ് ഇവിടെ തനിക്ക് ശത്രുവായി നിൽക്കുന്നത്. താനെന്ന വ്യക്തിയെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഏറ്റവും അധികം ആ കുട്ടിയുടെ വളർച്ചാ കാലഘട്ടങ്ങളിലെല്ലാം ശക്തിയായി നിലനിൽക്കുന്ന മാതാപിതാക്കന്മാരും പിതാമഹന്മാരും ഇപ്പോൾ ഇവിടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു തനിക്കെതിരായിട്ട്. എവിടെയാണ് ധർമ്മം? എന്താണ് ധർമ്മം? എങ്ങനെയാണ് താൻ ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന് ഭഗവാനോട് അർജുനൻ ചോദിക്കുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഒരു പക്ഷേ ദ്രോണാചാര്യർക്കും ഭീഷ്മ പിതാമഹനുമുള്ളത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അർജുനനാണ്. എങ്കിൽ കൂടി അർജുനനെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ഇത് മനുഷ്യ സഹജമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ആ ജഗദ്ഗുരുവായ ഭഗവാന്റെ മുഖത്ത് നിന്ന് തന്നെ അതിനുള്ള ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ
വളരെ വലിയ വിധത്തിലുള്ള ജ്ഞാനം ആർജിക്കേണ്ടതുണ്ട്. വളരെ ആത്മസംഘർഷങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ജ്ഞാനം ലഭിച്ചാൽ തന്നെ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് തോന്നുന്ന വികാരത്തിൽ ഇതേതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയാതെ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. യുദ്ധം ചെയ്യുക എന്ന അവസ്ഥയേക്കാൾ ഭീകരമാണ് ഈ മനസ്സിൽ നടക്കുന്ന ആത്മസംഘർഷം. അപ്പോൾ എല്ലാ സംഘർഷങ്ങളും നടക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ നടക്കുന്ന ആ യുദ്ധത്തെ അതിജീവിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അത് അതിജീവിക്കാതെ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആത്മാവിൻ്റെ അറിവുകളാണ്. എങ്ങനെ സ്വജീവിതം ഈ പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു വളരെ വലിയ പഠനമാണ് ഭഗവത്ഗീതയിലൂടെ സാധ്യമാകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.